السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، إن نريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما جعل الله للرجل من قلبين في جوفه وما جعل أزواجكم اللاتي تظاهرون منهن أمهاتكم. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ ചരിത്രത്തിൽ ശത്രുക്കൾ പല സംശയങ്ങളും പ്രചരിപ്പിക്കുന്ന മഹദിയായ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത്. നമ്മളതിൻ്റെ ആമുഖം എന്ന നിലക്ക് ആ പ്രശ്നങ്ങളുടെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒരാളായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ചെറുതായി ഒന്ന് പരിചയപ്പെട്ടു. നേരത്തെ ഇസ്ലാമിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയായിരുന്ന ഉമ്മൈമൻ റളിയല്ലാഹു തആല അൻഹയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് അതിൽ ഉസാമ റളിയല്ലാഹു തആല അൻഹു എന്ന കുട്ടി ജനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അവസാനം വരെ സ്വന്തം ഒരു പേരമകനെ പോലെ തന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിത്വങ്ങളാണ്. ഹിജ്റ കഴിഞ്ഞ് ചരിത്രം സംഭവബഹുലമായി ഇസ്ലാമിക ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ പൂർവകാലത്തുള്ള കുറേ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ പഴയ കാലത്തുള്ള ചില നിയമങ്ങളുമൊക്കെ ഇസ്ലാം തിരുത്തി മാറ്റിക്കുറിച്ച് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് മദീന ജീവിതം. അതുവരെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു മക്ക ജീവിതത്തിൽ അല്ലാഹു തആല ഊന്നൽ കൊടുത്തിരുന്നത്. മദീനയിൽ നിയമവശങ്ങളിൽ കൈവെക്കുന്ന പ്രധാന രംഗങ്ങളൊക്കെ മദീന ശരീഫിലാണ്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദത്തുപുത്രനാണ്. അക്കാലത്ത് ദത്തപുത്രന്മാർക്ക് സ്വന്തം രക്തത്തിൽ ജനിച്ച മക്കളുടെ എല്ലാ അവകാശങ്ങളും അനന്തരാവകാശം തൊട്ട് എല്ലാം സ്വന്തം മക്കളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കൾ വിവാഹം ചെയ്ത് വിവാഹമോചനം നടത്തിയ അല്ലെങ്കിൽ മകൻ മരണപ്പെട്ടു പോയാൽ ആ സ്ത്രീയെ പിന്നെ ഒരിക്കലും ഈ ദത്തെടുത്ത പിതാവിന് വിവാഹം അനുവദനീയമല്ല. സ്വന്തം മകൻ്റെ ഭാര്യയെ പോലെ മകളുടെ സ്ഥാനം വരും. അങ്ങനെയായിരുന്നു അവരുടെ ജാഹിലിയ വിശ്വാസം. ഈ ദത്തവകാശത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമതത്തിൻ്റെ ത്രിയേകത്വത്തിൻ്റെ കിടപ്പുകളിൽപ്പെട്ട ഒരു പ്രധാന കിടപ്പ്. അത് വിശാലമായി പറയണം, അപ്പോഴേ ഇത് മനസ്സിലാവും. ഇന്നും ലോകത്ത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ ദത്തെടുക്കൽ സമ്പ്രദായം നിയമവിധേയമായി നിലനിൽക്കുന്നത്. അവരുടെ പ്രചാരണത്തിൻ്റെ ശക്തി കൊണ്ട് ഏകദേശം എല്ലാ സമുദായങ്ങളും സമൂഹങ്ങളും അത് നിയമപരമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷെ ഒരാളെ തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യം ഇസ്ലാമിനില്ലാത്തത് കൊണ്ട് തന്നെ ദത്ത് എന്ന സമ്പ്രദായത്തെ അടിവേരറുത്ത് ഇസ്ലാം ഒഴിവാക്കി. അത് ഏറെ ബാധിച്ചത് ക്രിസ്ത്യാനിറ്റിയെയാണ്. അവരുടെ അള്ളാഹുവിൻ്റെ പുത്രനല്ല ഈസ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ മകനായി എന്ന് പറയുന്നത്
ഒരാൾ ഏറ്റെടുത്താലും മറ്റൊരാളുടെ മകനാവും. അങ്ങനെ പറയാൻ പാടില്ലെന്നറിയോ? തച്ചനായ ഔസേപ്പിന്റെ ഭാര്യയായിരുന്നു മേരി എന്നും, ഈ ഔസേപ്പ് മേരി കുടുംബത്തിന് ജനിച്ച പുത്രനാണ് യേശു എന്നും നിഷേധിക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിയില്ല. അവന്റെ അടിസ്ഥാന പറയും. അപ്പോ ശരിക്ക് നിയമപരമായ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് അതിലൂടെ ജനിച്ച ഒരു കുട്ടി പിന്നെ എങ്ങനെ ദൈവത്തിന്റെ പുത്രനാവുന്നു? നമുക്ക് അങ്ങനെ ഒരു തച്ചനായ ഔസേപ്പ് ഭർത്താവായിട്ട് മറിയം ബീവിക്ക് ഇല്ല. മറിയം ബീവിയെ വിവാഹമായി കഴിച്ചിട്ടില്ല എന്നതാ സത്യം. മറിയം ബീവി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുരുഷ സ്പർശമേൽക്കാതെ ലോകത്ത് തുല്യതയില്ലാത്ത നിലക്ക് മാതാവിൽ നിന്നിട്ട് മാത്രം ജനിക്കുമ്പോൾ ഈ പുത്രനൊരു പിതൃത്വം വേണ്ടേ? അങ്ങനെ വെച്ച ചിലപ്പോൾ അള്ളാഹുവിന്റെ മേൽ അവർക്ക് ആരോപിക്കാം. പക്ഷെ ഇസ്ലാം അതിന്റെ അടിവേരർത്ത് നേരത്തെ തന്നെ ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദമ ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ. ഉമ്മൽ ഉണ്ട്, വാപ്പയില്ലാത്തതല്ലേ നിങ്ങൾക്ക് പ്രശ്നം? ഉമ്മയും വാപ്പയില്ലാതെ ആദം നബി അലൈഹി സ്വലാമിനെ പടച്ച അള്ളാഹ്ക്കുണ്ടോ വാപ്പയില്ലാതെ പടക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ആ സംശയത്തിന്റെ അടിവേരർത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരതല്ല വിശ്വസിക്കുന്നത്. അവര് ഒരു യൂസുഫ് നജ്ജാർ എന്നാണ് അറബിയിൽ അവർ പറയാം. അതിനെ പറഞ്ഞ ഇത് തച്ചനായ ഔസേപ്പ്, ആശാരി എന്നർത്ഥം. തച്ചനായ ഔസേപ്പിന്റെ ഭാര്യയായിരുന്നു മേരി. ഈ മേരിയിൽ തച്ചന് ജനിച്ച കുട്ടിയാണ് യേശു. പിന്നെ എങ്ങനെയാ ദൈവപുത്രനായി? അവിടെയാണ് ഈ ദത്തെടുക്കലിന്റെ ആവശ്യകത കടന്നു വരുന്നത്. ഇസ്ലാം അത് അടിവേരർത്ഥത്തോടുകൂടി ഇവർക്ക് നിലനിൽപ്പ് ഭീഷണിയായി. ഇതാണ് അള്ളാഹു തആല ഉപയോഗിച്ചത് സെയ്ദ് റളിയല്ലാഹു തആലയെയും അദ്ദേഹത്തിന്റെ പ്രത്യേക ദത്തവകാശത്തോട് ഈ നിഷേധിക്കലോട് കൂടി മൊത്തം ദത്തവകാശം എന്നൊന്ന് ഇല്ലെന്ന് തീർത്തർത്ഥ മുറിച്ച് ഇസ്ലാം പറഞ്ഞു. അടിസ്ഥാനപരമായി അങ്ങനെ പ്രഖ്യാപിച്ചു. അപ്പൊ ആ സെയ്ദുമായി ബന്ധപ്പെട്ടതും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതും അതുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധപ്പെടുന്നതുമായ ആകെ വിഷയത്തെ കലക്ക് വെള്ളത്തിൽ നിന്നിട്ട് മീൻ പിടിക്കുന്ന സമ്പ്രദായത്തിലേക്ക് അവർ വന്നു. അങ്ങനെ അത് വലിയ പ്രാചാരണം കൊടുത്ത് സൈനബ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചതിനെ പറ്റിയൊക്കെ ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കി. അപ്പം അതിൻ്റെ വസ്തുതയിലേക്ക് മാത്രം സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുങ്ങിയ തോതിൽ ആ വസ്തുതയിലേക്ക് നമുക്ക് കടന്നു വരാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദത്തപുത്രനായി അറിയപ്പെട്ടിരുന്ന അന്ന് നിയമപരമായും അങ്ങനെ തന്നെ. ഇസ്ലാം നിരോധിക്കുന്നത് വരെ അത് ഓക്കെ തന്നെ. പക്ഷെ ഇസ്ലാം അത് നിരോധിച്ചെടുത്തു കളഞ്ഞു. അപ്പൊ പഴയ കാലത്തൊരു വിശ്വാസം ഉണ്ടല്ലോ, ദത്തപുത്രന്മാര് വിവാഹം കഴിച്ച ഭാര്യമാര് അവൻ തലാഖിയാലും അവർ മരണപ്പെട്ടാലും ഈ ദത്തെടുത്ത പിതാവിന് നിഷിദ്ധമാണ് എന്ന്. ആ നിയമവും ഇസ്ലാം അതും ദുർബലപ്പെടുത്തി. കാരണം അവർ മക്കളല്ല. അതുകൊണ്ട് തന്നെ മക്കളുടെ ഒരു ആനുകൂല്യവും അവർക്കില്ല, അനന്തരാവകാശം കിട്ടൂല. അവളുടെ ഭാര്യമാര് ഇവരെ സംബന്ധിച്ച് മെഹറമാവൂല, ഒന്നുമില്ല. അത് സമൂഹത്തിന്റെ ആഴത്തിലിറങ്ങിച്ചെന്നൊരു വിശ്വാസമായതുകൊണ്ട് കേവലം ഒരു പ്രഖ്യാപനത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇന്നലെ ഇവിടെ പരാമർശിച്ചല്ലോ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിമുറിക്കാനും തഹല്ലുലാകാനും 3 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ആരും അനങ്ങിയില്ല. അത് കാരണം അങ്ങനെയാണ് അവരുടെ മനസ്സ് അത്രയും സ്വാധീനിച്ച സംഗതി. ഇത് മാറ്റിയെടുക്കാൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിർദ്ദേശിച്ച വഴി തങ്ങളെന്നെ ചെയ്താൽ മതി. അത് വളരെ കൃത്യമായിരുന്നു. ആ കണക്ക്, അവരുടെ ആ കണക്ക് കൂട്ടൽ 100%. വലിയർത്ത് മുടിയെടുത്തതോടുകൂടി ഇനി ഒരു രക്ഷയില്ല എന്നവർക്ക് മനസ്സിലായി. അവർ മുടിയെടുക്കാൻ നിർബന്ധിതരായി. അതിനേക്കാൾ രൂഢമൂലമായ ഒരു വിശ്വാസമാണിത്. ദത്തപുത്രന്റെ ഭാര്യ പിതാവിന് നിഷിദ്ധമാണ് എന്ന്. ഇതൊരു പ്രഖ്യാപനത്തിലൂടെ, ഒരു പ്രസ്താവനയിലൂടെ സമൂഹത്തിന്റെ മനസ്സിൽ നിന്നിട്ട് എടുത്തു കളയാൻ കഴിയില്ല. അത്രമാത്രം അവരുടെ മാംസത്തിലും മജ്ജയിലും കടന്നുപോയ വിശ്വാസം സമൂഹത്തിന്റെ ഭാഗമായി പോയതാണ്. അതുകൊണ്ട് ഇവിടെ പ്രാവർത്തികമാക്കി തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ
അബ്ദുൽ മുത്തലിബിന്റെ മകൾ ഉമൈമ, ഇത് തങ്ങളുടെ അമ്മായി, ഉമൈമയുടെ പുത്രിയാണ് സൈനബ ബിന്ത് ജഹ്ഷ്. ജഹ്ഷ് അറബി ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ബനു അസദുകാരനാണ്. പക്ഷേ ഖുറൈശി അല്ല, ഖുറൈശി അല്ലാത്ത വംശജയാണ് സൈനബ ബിന്ത് ജഹ്ഷ്. പക്ഷേ അബ്ദുൽ മുത്തലിബിന്റെ മോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അമ്മാവിയുടെ മോളാണ് ഉമൈമയുടെ. ഏറ്റവും വലിയ മദീനയിലെ മക്കയിലെ തറവാടാവുന്ന ഖുറൈശി വംശത്തിലെ ഏറ്റവും ഉന്നത വംശമാവുന്ന ബനൂ ഹാഷിമിലെ രാജ്യഗജ പദവിയുള്ള അബ്ദുൽ മുത്തലിബിന്റെ പേരമകളെ തന്നെ ആവട്ടെ ഒരു പരീക്ഷണം, 2 പരീക്ഷണം ഒരു സമയത്ത്. ഒരാള് കൊല്ലങ്ങളോളം അടിമയായിരുന്നു, പിന്നീട് മോചനം നൽകി സ്വതന്ത്രരായി. എന്നാൽ ഈ സ്വതന്ത്രനായവർക്ക് മൗല എന്ന് പറയും. അവര് സാക്ഷാൽ തറവാടികളെക്കാൾ തഖ്വ ഉണ്ടെങ്കിൽ ഒട്ടും പിറകിലല്ല. തറവാടിത്വം ഇസ്ലാം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ തഖ്വ അടിസ്ഥാനമാണ്. അപ്പൊ പഴയ തഖാലീദുകൾക്ക് സ്ഥാനമില്ല ചിലതിനൊക്കെ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബിന്ത് ജഹ്ഷിനെ, പിതാവില്ല ആങ്ങളെയാണ് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല, മദീനയിൽ വന്നതിന് ശേഷം ഉഹദ് യുദ്ധത്തിന് തൊട്ട് മുമ്പാണ്. അപ്പൊ സെയ്ദിന് ഭാര്യ ഉണ്ട് എന്താ പറഞ്ഞല്ലോ, അവര് മരിക്കുന്ന വരെയുണ്ട്. റളിയല്ലാഹു ഷഹീദാകുന്ന സമയത്ത് അവരുടെ ഭാര്യ ഉമ്മു ഐമൻ തന്നെയാണ്. അതുള്ളതോടുകൂടി ഈ ഒരു നിയമം പ്രാക്ടിക്കലായിട്ട് ലോകത്ത് കാണിച്ചു കൊടുക്കുക എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബിബിയെ വിവാഹം അന്വേഷിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമായി. അള്ളാഹിന്റെ ഹബീബല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്, ആ കുടുംബത്തിന് തന്നെ അതിനേക്കാൾ എന്ത് ബഹുമാനമായിട്ടുള്ളത്. സൈനബ റളിയല്ലാഹു തആലയും ആങ്ങളെയും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കല്ല, ഞാൻ കല്യാണം അന്വേഷിക്കുന്നത് എനിക്കല്ല, പിന്നെ ആർക്കാ, എന്റെ മൗലിയാവുന്ന സെയ്ദ് ബിൻ ഹാരിസത്തിന് വേണ്ടിയിട്ടാണ്. ഇടിവെട്ടേറ്റതുപോലെ എന്തായി കേൾക്കുന്നത്? അബ്ദുൽ മുത്തലിബിന്റെ പേരമകളെ ഇന്നലെ വരെ അടിമയായി അറിയപ്പെട്ടിരുന്ന കേവലം ഒരു മൗലയായ സെയ്ദിനോട് കെട്ടിക്കാനോ സമ്മതല്ല. ഈ വാർത്ത ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാർത്ത ആങ്ങള ചെന്ന് സൈനബ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിലേറെ പ്രതിഷേധം. എന്തായി കേൾക്കുന്നത്? ഒരു മൗലയോട് കെട്ടിക്കാനോ? ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരമോളാണ്. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ അല്ലാഹു തആല നേരിട്ടിടപെട്ടു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. പേഴ്സണലായ കാര്യമാണെങ്കിൽ പോലും അല്ലാഹു അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിനവിടെ പ്രസക്തിയില്ല. അത് ഇസ്ലാമല്ല. നിങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ താല്പര്യം എന്താണ്, താല്പര്യക്കേട് എന്താണെന്നല്ല നോക്കുക. അള്ളാഹും അവന്റെ റസൂലും എന്തു പറയുന്നു അതാണ് ദീൻ. മറിച്ചാണെങ്കിൽ നേരായ വഴിയിൽ നിന്നും അതിവിദൂരം അകന്നു പോയിപ്പോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഇത് തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ നല്ല മോമിനീങ്ങളാണല്ലോ, വലിയ മഹാന്മാരാണ് അവര്. അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനും റസൂലിനും ഞങ്ങൾ വഴിപ്പെടുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ സെയ്ദ് ബിൻ ഹാരിസത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ അവരുടെ ഈ കുലമഹിമയും അത് മൂലം ഉണ്ടായിത്തീർന്ന ചെറിയ ഒരു ഉൾനാട്യവും, ഞാൻ അദ്ദേഹത്തെക്കാൾ ഉയർന്ന ആളാണ്, എൻ്റെ തറവാടിത്തത്തിന് അടുത്തെത്താത്ത ആളാണ് എന്നൊരു ധാരണ അവരുടെ കയ്യിലുണ്ട്. അത് ആ കാലത്ത് അങ്ങനെയാണ് വിശ്വാസം.
വിവാഹം കഴിഞ്ഞു, വീട് കൂടി. മാസങ്ങൾക്കുള്ളിൽ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന് പാറ്റേ മടുത്തു. അവർ വലിയ മുത്തഖിയത്താണ്, വലിയ തഖ്വയുള്ളവരാണ്, വലിയ മഹദിയാണ്, രാപ്പകലില്ലാതെ ഇബാദത്തിൽ മുഴുകുന്നവരാണെന്ന് മാത്രമല്ല ഉള്ളത് മുഴുവനും പാവങ്ങൾക്ക് കയ്യച്ച് സഹായിക്കുന്നതിന് പുറമെ തോലുറക്കിടുക എന്ന് പറയുന്ന വളരെ പ്രയാസകരമായ അത്ര ചീന്ന് നാറും പോലും, അത് തൊട്ട് തുന്നൽ പണി വരെ എടുത്തുകൊണ്ട് കിട്ടുന്ന കാശ് മുഴുവനും പാവങ്ങൾക്ക് സദഖ ചെയ്യുന്ന അത്രയും വലിയ ധർമ്മിഷ്ഠയായിരുന്നു അവർ. അങ്ങനെ ശാരീരികവും സാമ്പത്തികവുമായ ത്വാഅത്തിൽ അങ്ങേയറ്റം മുഴുകിയ വലിയ മഹദി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഇന്നഹ അവ്വാഹ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നഹു അവ്വാഹു മുബീൻ, അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം വിധേയത്വം പ്രകടിപ്പിച്ച് വിനയാന്വിതരാകുന്നവരാണ്. അതേ സ്വഭാവമുള്ളവരായിരുന്നു. ആള് മോശമായിട്ടല്ല. തറവാടിത്വം എന്ന് പറയുന്നത് അതങ്ങനെയാണ്. ഈ ഗോത്രമഹിമ എന്നത് എല്ലാം തീർന്നാലും ഈ തറവാടിത്വം കൊണ്ട് പുകച്ചം പറയുക എന്നതും ലക്ഷണം നോക്കുക എന്ന് പറയാൻ സമുദായത്തിൽ നിന്ന് എടുത്തു പോകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ സംസ്കരിച്ചു കൊണ്ടുവരലേ പറ്റുള്ളൂ, എടുത്തു കളയാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ്. ഭർത്താവ് തന്നെക്കാൾ ഉന്നതനാണ് എന്ന ഒരു മനോഗതി ഭാര്യയുടെ മനസ്സിൽ ഉറക്കുകയും ആ നിലക്ക് ഞാനവൻ്റെ കീഴിലാണ് എന്ന ബോധമുണ്ടെങ്കിൽ അല്ലാതെ കുടുംബാന്തരീക്ഷം സമാധാനപരമാവില്ല. ഇത് ആ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രശ്നങ്ങളാണ്. കുറയ്ക്ക സമയം സഹിച്ചു, ക്ഷമിച്ചു. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നബിയെ കയ്യിൽ എനിക്ക് കൊണ്ടിറക്കാൻ കഴിയില്ല, എനിക്ക് വേണ്ട, കാരണം നമ്മുടെ ഭാര്യ ഉണ്ടല്ലോ. ഇത് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ഒരു നിയമം പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൈനബ ബീവിയെ വിഷമിപ്പിക്കണമെന്ന് ഒരിക്കലും ഉദ്ദേശമില്ല. അങ്ങനെ അദ്ദേഹം സമാധാനപൂർവ്വം തിരിച്ചുപോയി. വീണ്ടും ഈ പ്രശ്നം തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നേരത്തെ അറിയിച്ചിട്ടുണ്ട്, ഇത് അല്ലാഹു തആല ഒരു പരീക്ഷണശാലയായ കുടുംബാംഗം രംഗം. എന്തൊക്കെ നിങ്ങൾ ഉപദേശിച്ചാലും സെയ്ദിന് അവരെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അധികം കഴിയില്ല. അദ്ദേഹം സ്വമേധയാ സ്വമനസ്സ അവരെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പരീക്ഷണം നിങ്ങളെ കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദത്തപുത്രന്മാരുടെ പത്നിമാരെ അവർ വിവാഹമോചനം നടത്തിയാൽ നേരത്തെ ഉണ്ടായിരുന്ന ദത്തപിതാവിന് വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ യാതൊരു വിരോധവുമില്ല എന്ന നിയമം മറ്റൊരാൾ ചെയ്ത് കാണിച്ചാൽ പോരാ, അത് നിങ്ങൾ ചെയ്ത് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് സംഗതി എന്തായാലും ആ വിവാഹമോചനം നടക്കുമെന്നല്ല, അതിനുശേഷം നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു കൊള്ളണം. അല്ലാഹ്, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുക ശത്രുക്കള്. എന്തെങ്കിലും ഒന്ന് ഒരു കച്ചി തുരുമ്പ് കിട്ടി അതിമ പിടിച്ചു കയറിയിട്ട് ആക്ഷേപിക്കല അന്നോ എന്നോ അങ്ങനെ തന്നെ. അള്ളാഹ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ അള്ളാഹിന്റെ കൽപ്പനയാണ്, അനുസരിക്കാതിരിക്കാൻ കഴിയില്ല അള്ളാഹിന്റെ റസൂൽ. പക്ഷേ ഈ സമൂഹം അതെങ്ങനെ ഉൾക്കൊള്ളും? ഇത്രമാത്രം ഉള്ളിന്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ ഒരു തഖ്ലീദിനെതിരിൽ ഞാൻ പ്രവർത്തിച്ചാൽ അവര് എന്നെ ഒരു പ്രതിയായി ഉണ്ട്. എനിക്കെതിരിൽ അവരുടെ നാവ് നീളും, ഉറപ്പാ. ഒരു പ്രയാസം സംഗതി അള്ളാഹു കൽപ്പിച്ചാൽ ചെയ്യാതിരിക്കാൻ വയ്യ. വീണ്ടും എന്ന് പറഞ്ഞു, ആകെ ഒരു കൊല്ലത്തിൽ താഴെ ആ ജീവിതം നീണ്ടുന്നിട്ടുള്ളൂ. സയ്യിദ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന പ്രകാരം സയ്യിദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ട് ഈ മദ്യം പറയലും സമാധാനം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മൊള്ളം തഴഞ്ഞ് വരുമ്പം പിന്നെയും വന്ന് പറഞ്ഞു, എന്താ സാധിക്കൂല നബിയെ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഇനി തങ്ങൾ പറയരുത് എന്നോട് പറയരുത്. എനിക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു കഴിഞ്ഞാൽ ഞാൻ തലാക്കില്ല. തങ്ങൾക്കറിയാം, എന്തറിയാം,
അള്ളാഹുവിൻ്റെ കളാണല്ലോ, എന്തായാലും തലാഖ് നടക്കും. നടന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയായതുകൊണ്ട് എനിക്ക് കെട്ടാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ വരിക, ജനങ്ങളെ എങ്ങനെ നേരിടും എന്നൊരു പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിലുണ്ട്. അതുള്ളപ്പോൾ തന്നെ എന്തറിയാ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സൈനബിനെ കെട്ടേണ്ടി വരും എന്ന് അള്ളാഹു നേരത്തെ വഹി അറിയിച്ചതനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കറിയാം. അനുസരിക്കാതെ പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ ആക്ഷേപത്തെ എങ്ങനെ നേരിടും എന്നൊരു ഭയം. അങ്ങനെയാണ് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല ഇത്രയും പ്രയാസം സഹിക്കേണ്ടി വന്നതുകൊണ്ട് മറ്റൊരു സഹാബിക്കും അള്ളാഹു കൊടുക്കാത്ത അത്യപൂർവമായ ഭാഗ്യമാണ് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല وَإِذْ تَقُولُ لِلَّذِي أَنْعَمَ اللَّهُ عَلَيْهِ وَأَنْعَمْتَ عَلَيْهِ أَمْسِكْ عَلَيْكَ زَوْجَكَ وَاتَّقِ اللَّهَ وَتُخْفِي فِي نَفْسِكَ مَا اللَّهُ مُبْدِيهِ وَتَخْشَى النَّاسَ وَاللَّهُ أَحَقُّ أَنْ تَخْشَاهُ فَلَمَّا قَضَى زَيْدٌ مِنْهَا وَطَرًا زَوَّجْنَاكَهَا لِكَيْ لَا يَكُونَ لِلْمُؤْمِنِينَ حَرَجٌ في أزواج أدعيائهم. വളരെ കൃത്യമായി ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സംസാരിച്ചു. ഇത് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി, അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തൊരു മഹാനോട് നബിയെ അങ്ങ് പറയുന്ന സന്ദർഭം ഒന്ന് അനുസ്മരിക്കണം. എന്താ അല്ലാഹു അനുഗ്രഹം ചെയ്ത്? ഹിദായത്തിന് തൗഫീഖ് കൊടുത്ത് സ്വന്തം വാപ്പനെയും കുടുംബത്തെയും മാറ്റി നിർത്തി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം പിതാവിനെ പോലെ സ്വീകരിക്കാനും മഹബത്ത് വെക്കാനും ആ ഹബീബിന്റെ മഹബത്ത് സ്വന്തം മക്കളെ പോലെ നേടാനും സാധിച്ച് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തത് അള്ളാഹുവാണ്. ഈ തൗഫീഖ് മുഴുവനും തങ്ങൾ അദ്ദേഹത്തിന് നിഅമത്ത് ചെയ്തു. ഒരു അടിമയായിരുന്നു. ഈ അടിമയെ എത്തുക്ക് ചൊല്ലി സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് കൊണ്ടു നടന്ന് അങ്ങനെ അള്ളാഹുവും താങ്കളും വലിയ നിഅമത്ത് ചെയ്ത മഹാൻ തങ്ങളോട് വന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താങ്കൾ അവരോട് പ്രതികരിച്ചത് അംസിക് അലൈക സൗജക വത്തഖില്ലാഹ്, പ്രിയപ്പെട്ട മകനെ, നീ നിന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തണ്ട. ഈ വിഷയത്തിൽ കുറച്ചൊക്കെ പ്രയാസമുണ്ട് എന്നറിയാം. പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും തലാഖ് ചെല്ലുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് തല്ലല്ലേ എന്ന് പറയും. അത് പറയുമ്പോ തന്നെ ഹബീബായ നബിയെ, അങ്ങയുടെ മനസ്സിൽ അങ്ങ് ഗോപ്യമാക്കി വെക്കുന്നു ഒരു കാര്യം. എന്ത് കാര്യമാണിത്? അല്ലാഹു മുബ്ദി. അങ്ങ് അത് ഗോപ്യമാക്കി വെക്കുന്നുണ്ടെങ്കിലും അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളൊരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹ്ക്ക് അതിനൊന്നും തടസ്സമല്ലല്ലോ. അള്ളാഹ് പറഞ്ഞത് അനുസരിക്കണം എന്ന പേടി തങ്ങൾക്കുണ്ട്. അതോടുകൂടി ജനങ്ങൾ ഇതിനെങ്ങനെ പ്രതികരിക്കും, എങ്ങനെ സമീപിക്കും എന്നൊരു ശങ്ക അത് തങ്ങൾക്കുണ്ട്. എന്നാലേ ആ ശങ്കയാണ് വിട്ടാളി. വല്ലാഹു അഹഖു അൻ തഖ്ശാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പുറമെ ജനങ്ങളുടെ പ്രതികരണം പേടിച്ച് ശങ്കിച്ചു നിൽക്കാൻ അമ്പിയാക്കന്മാർക്ക് പാടില്ല. അള്ളാഹുവിനെ മാത്രം തൊട്ടടുത്തായത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹി യഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. എല്ലാ അമ്പിയാക്കളുടെയും സ്വഭാവം ലോകം മൊത്തം എങ്ങനെ പ്രതികരിച്ചാലും അത് അവഗണിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് മാത്രം ജീവിക്കുന്നവരാണ്. അങ്ങനെയാണ് അമ്പിയാക്കന്മാരുടെ സ്വഭാവം. അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. പക്ഷേ ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താകുമെന്നൊരു ശങ്ക. അങ്ങനെ ശങ്കയൊന്നും വേണ്ട. അതിന് നിങ്ങൾ പോയി കിട്ടുകയാണെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ. അല്ലാഹു തആല നേരിട്ട് പ്രഖ്യാപിച്ചു, ഫലമ്മാ ഖളാ സൈദും മിന്നാ വതറ.
എടോ, ലോകത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ പോലും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒറ്റ ഒരു സഹാബിയുടെ പേര് മാത്രമാണ് ഖുർആൻ പരാമർശിച്ചത്. ഫലമ്മാ ഖളാ സയ്യിദുൻ മിൻഹാ വതറ. ഇത്രയും പരീക്ഷണ വിധേയനായി അതിലൊക്കെ സഹിച്ച് ക്ഷമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മറ്റെല്ലാം വെടിഞ്ഞപ്പോൾ അല്ലാഹു തആല കൊടുത്തൊരു ആദരവാണ്. ഫലമ്മാ ഖളാ സയ്യിദുൻ മിൻഹാ വതറ. വിവാഹമോചനം നടത്തി ഇദ്ദ കഴിഞ്ഞു. അപ്പോഴേ വതർ പൂർത്തിയാക്കി എന്നു തൻ്റെ ആവശ്യം പാടെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇദ്ദ കൂടി കഴിഞ്ഞപ്പോ ഇനി ആളുകൾ ശങ്കിച്ചിരിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. സവ്വജ്നാകഹ, ഞാൻ അവരെ നബിയെ അങ്ങേക്ക് ഇണയാക്കി തന്നിരിക്കുന്നു. അത് അല്ലാഹു തആല അല്ലാഹു മുബ്ദിഹി പറഞ്ഞു. നിങ്ങൾ ശങ്കിക്കുന്നത് എന്താണ്? ആളുകൾ എങ്ങനെ പ്രതികരിക്കും? മോന്റെ ഭാര്യയെ കെട്ടിയെന്ന് പറയൂ, അത് അപമാനമായി മാറുന്നല്ലേ ശങ്ക. പക്ഷേ അല്ലാഹു മുബ്ദി, അക്കാര്യം അല്ലാഹു ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്താണത്? സവ്വജ്നാകഹ. ഇനി അന്വേഷിക്കാൻ ആള് വേണ്ട, വലിയ വേണ്ട, സാക്ഷി വേണ്ട, ഈജാബും കബൂലും ആരും പറയണ്ട. സവ്വജ്നാകഹ, ആ സ്ത്രീയെ അവിടത്തേക്ക് റബ്ബാവുന്ന ഞാൻ ഇണയാക്കി ചേർത്ത് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. എന്താ കാട്ടുക? വളരെ കൃത്യം, ഒരു സംശയമില്ലാത്ത ഇവിടെ അവിടെ എന്തൊക്കെയോ ചില തഫ്സീറിന്റെ പണ്ഡിതന്മാർ അതിന്റെ മൊരട് ആദ്യം താലിമികൾ ഇടിച്ചോളി. സമഖ്ശരി എന്ന് പറഞ്ഞിട്ട് ഒരു മുബ്തദിയായിരുന്ന പണ്ഡിതനുണ്ട്. അയാളാണെങ്കിലോ പുസ്തകരചനയിൽ ലോകത്ത് തന്നെ അപൂർവം വ്യക്തികൾക്ക് അല്ലാതെ അത്രയും കഴിവുള്ള ഗ്രന്ഥരചനക്ക് സാഹിത്യത്തിലും വിഷയങ്ങൾ തന്ത്രപൂർവം വരികൾക്കിടയിലൂടെയും എഴുതാപ്പുറവും ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ കഴിവുള്ള ഒരു അപൂർവ സാഹിത്യകാരനാണ് ഈ സമഖ്ശരി. നല്ല 1 നമ്പർ ശുദ്ധ മുബ്തദിയുമായിരുന്നു. പിൽക്കാലത്ത് തൗബ ചെയ്ത് നന്നായി എന്നൊക്കെ ചില ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ആയിരിക്കാം. പക്ഷെ അന്ന് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ യാതൊരു തിരുത്തും വരുത്തിയിട്ടില്ല. പുസ്തകം ഇന്നും അങ്ങനെ തന്നെ അയക്കുന്നത്. കശാഫ് എന്നൊരു പുസ്തകം ഉണ്ടായേക്ക്. ഈ പുസ്തകത്തിലാണ് മുഅ്തസിലത്തിന്റെ എല്ലാ കള്ളത്തരങ്ങളും അതിവിദഗ്ധമായി തിരികെ കയറ്റിയത്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമതികളായ ശുദ്ധഗതിക്കാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരുപാട് ഉലമാക്കള് ഇയാളുടെ ഈ കള്ളക്കടത്തിന്റെ വിദഗ്ധമായ ഒളിപ്പിച്ചു വെക്കൽ കാരണം അത് അടങ്ങിയിരിക്കുന്ന അപകടം മനസ്സിലാകാതെ നേരെ ഉദ്ധരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കഥ എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിന് കല്യാണം കഴിച്ചു. ഒരു ദിവസം അത്യാവശ്യമായ ഒരു കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനെ കാണേണ്ട ആവശ്യമില്ല. കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി. ആരെ? സെയ്ദിന്റെ വീട്ടിൽ. വീട്ടിൽ ചെന്നപ്പോ സെയ്ദ് അവിടെ ഇല്ല. അങ്ങനെ വീട്ടിന്റെ അകത്താണ് സൈനബ് ഉള്ളത്. വീട്ടിന്റെ അകത്താവുമ്പോൾ പൂർണ്ണമായ നിലക്ക് ഹിജാബൊന്നും ഉണ്ടാവില്ലല്ലോ, ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ വീട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ വീട് വളരെ ലളിതമാണ്. വാതിലിൽ എന്ന് പറയാനുള്ളത് കേവലം കരിമ്പടം കൊണ്ടുള്ള ഒരു പിരിയ. പെട്ടെന്നൊരു കാറ്റ് വന്നു. കാറ്റിൽ ഈ പിരി പൊങ്ങിപ്പോയി. പൊങ്ങിയപ്പോ ഒറ്റ കുപ്പായം മാത്രം ഇട്ട് തലയിലൊന്നും ഇടാതെ നിൽക്കുന്ന സൈനബിനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ സൈനബിനെ കണ്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ വശ്യസൗന്ദര്യം തങ്ങളുടെ ഖൽബിലാണ് പതിഞ്ഞുപോയി. സുബ്ഹാന മുസരിഫിൽ ഖുലൂബ് എന്നും പറഞ്ഞുകൊണ്ട് വേഗം തിരിച്ചു പോയി. എങ്ങനെങ്കിലും ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ എന്തായാലും സൈനബിനെ സ്വന്തമാക്കണം എന്ന് അന്ന് മുതൽ നബി തങ്ങൾ മനസ്സിൽ വെച്ചു.
വന്നുകാണ്ട് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തലാഖല്ലട്ടെ അറിയും, വേണ്ട മോനെ തലാഖല്ലണ്ട നിൽക്കട്ടെ അവിടെ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലെന്താണ്, എങ്ങനെയെങ്കിലും കുട്ടി തലാഖ് ചെല്ലി കിട്ടിയാൽ നമുക്ക് കെട്ടണം. ആരെ പറ്റിയായി പറയണത്? ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സയ്യിദാവുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണതിന് വല്ല കഥയുണ്ടോ? അന്ന് സൈനബക്ക് എത്ര വയസ്സായെന്ന് അവർക്കറിയോ? സെയ്ദ് കിട്ടുന്ന സമയത്ത് രണ്ടഭിപ്രായം. ഒരഭിപ്രായത്തിൽ 35 വയസ്സ് കഴിഞ്ഞാണ് സൈനബ്, മറ്റൊരു അഭിപ്രായത്തിൽ 39 വയസ്സായി. ആരെ മോളാണ്? സ്വന്തം അമ്മായിൻ്റെ പാപ്പാന്റെ പെങ്ങളെ മോളാണ്. ചെറിയ കുഞ്ഞുനാള് മുതൽക്ക് ഒന്നിച്ചോടിക്കളിച്ച് സ്വന്തം വീട്ടിൽ തറവാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിസരത്ത് തന്നെയല്ലേ വളർന്നത്. അന്ന് ഹിജാബ് ഉണ്ടാ? ഒന്നുമില്ല. ഹിജാബ് സൈനബ ബീവിന്റെ വിഷയത്തിലാണ് ഹിജാബ് ഇറങ്ങണത്. 5-ാം കൊല്ലം കഴിഞ്ഞിട്ട് 6ന്റെ തുടക്കത്തിൽ സൈനബ ബീവിനെ കല്യാണം കഴിച്ച സമയത്താണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത്. അത് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പറയാം. അപ്പൊ അതുവരെ ഹിജാബ് ഇല്ല. സ്വന്തം അമ്മായിന്റെ മോളാണ്, ഒരേ കുടുംബത്തിൽ വളർന്നു വരുന്നവരാണ്. എന്നിട്ട് ഈ 39 വയസ്സ് വരെ അല്ലെങ്കിൽ 35 വയസ്സ് വരെ നബി കണ്ടില്ലെന്നാ. എനിക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ തൻ്റെ സഹാബാക്കളിൽപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുക എന്ന് പറയുന്ന സമ്പ്രദായമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചരിത്രത്തിൽ അധികം കേട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരാളെ വിട്ടിട്ട് വിളിപ്പിക്കുക. ഇത് എന്തൊക്കെയോ ചില അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഫീഫി നഫ്സിക വല്ലാഹു ഊദി, നിങ്ങളിങ്ങനെ ഒളിച്ചു വെക്കുന്ന എന്താ? എപ്പോഴെങ്കിലും സൈനബക്കിന് ഇയാൾ ചെല്ലി കിട്ടിയ കെട്ടയില് ആ കള്ളി അല്ലാഹു തആല പൊളിക്കാൻ പോവുകയാണ്. ആരായി പറയണെന്നറിയോ? ഇതിന്റെ അടിസ്ഥാനം എന്താ? എന്നിട്ട് അതിൻ്റെ ഒരു ന്യായീകരണം, ഈ കഥ പറഞ്ഞിട്ട് സമക്ഷരിന്റെ വക ഒരു ന്യായീകരണം. എന്താ ന്യായീകരണം? അയാൾ പറയാം, എന്താ പിന്നെ നബി തങ്ങളുടെ വിശുദ്ധിയല്ലേ അറിയിക്കണത്? കാരണം മാനുഷികമായ എല്ലാം നബി തങ്ങൾക്കുണ്ടല്ലോ. അന്നേരം സാധാരണ മനുഷ്യനാണെന്നുള്ള കാഴ്ചപ്പാട് അവർക്കൊക്കെ. നമ്മളെ നാട്ടിലെ വഹാബി ഓതുന്നതിനെ പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന ചിന്താഗതി ഇയാൾക്കുണ്ട്. നബി തങ്ങൾക്കൊരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന എല്ലാം സാധാരണ ശരാശരിയാണ്. പക്ഷെ വ്യത്യാസം എന്താ? സാധാരണക്കാർക്ക് ഓരോരുത്തർക്ക് തടീച്ച പ്രകാരം ആഗ്രഹവും താല്പര്യമുള്ള ഒക്കെ എന്താക്കും, അങ്ങനെ ചെയ്യും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലായതുകൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തൊന്നും ബാഹ്യമായി ചെയ്യൂല, മനസ്സിലൊക്കെ ഉണ്ടാവും. പിന്നെ എന്ത് ശുദ്ധിയാണ് മനുഷ്യനുള്ളത്? ഇതെന്നാ എവിടെ നിന്ന് കിട്ടിയാക്ക്? സമക്ഷരിന്റെ മുമ്പ് ഒരൊറ്റ മുഫസ്സിറും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരൊറ്റ മുഫസ്സിറും അങ്ങനെ ഒരർത്ഥം പറഞ്ഞിട്ടില്ല. എത്രത്തോളം ഈ ചരിത്രം, ഇങ്ങനൊരു വളച്ചൊടിച്ച ചരിത്രം 3 പരമ്പരയിലൂടെ, ഒന്ന് തീരെ സനദില്ലാതെ മുഴവലായിട്ട്, മറ്റൊന്ന് 2 തരീഖിലൂടെ മുർസലായിട്ട്, താരീഖിൽ ഇമാം തുബരി എഴുതിയിരുന്നു. താരീഖിനെ പറ്റി അറിയുന്നവർക്ക് എതിരെയുള്ളൂ. താരീഖ് എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനും പിരാന്തനും പറഞ്ഞ് നാട്ടിൽ കേട്ടതൊക്കെ എഴുതും. അതുകൊണ്ട് ആ താരീഖിന്റെ കിതാബ് നോക്കിക്കാണ്ട് വളരാൻ പാടില്ല അറിയുന്നത്. അത് നോക്കി തമ്മീസുള്ള ആളുകൾ അതിൻ്റെ പച്ചയും മുടക്കിയും നോക്കണം. റത്തുബും യാബിസും വേറിരിച്ചിട്ട് കല്ലും നെല്ലും തിരിച്ചു പറയാൻ പറ്റുന്നവര് താരീഖിന്റെ കിതാബ് നോക്കിയിട്ട് ജനങ്ങളോട് വിവരം പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടതൊക്കെ എഴുതും. ഇതേ തുബരി തഫ്സീർ എഴുതിയപ്പോൾ അങ്ങനെ ഒരു കെലിമത്ത് പരാമർശിച്ചു. എന്തുകൊണ്ടാ? താരീഖ് എഴുതിയപ്പോൾ റത്തുബിയാവസൊക്കെ എഴുതണ ഒരു കുപ്പത്തൊട്ടിയാ. അതുകൊണ്ട് അതിവിടെ കൊണ്ടുവന്ന് വെച്ച്. പക്ഷെ ഇതിലൊറ്റൊന്നും സനത് മുത്തസിലാതില്ല. സഹീഹ് പോയിട്ട് മുത്തസിൽ തന്നെ ഇല്ല. ഒന്ന് തീരെ സനദില്ലാതെയാണ്, മറ്റ് 2 മുർസലാണ്, മുത്തസിലല്ല. ഇത് താരീഖിൽ എഴുതിയ ഇമാം തുബരി തഫ്സീറിൽ ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത ഏറ്റവും വലിയ മഹാന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ് അലിയുൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല. ഖുർആനും സുന്നത്തും എല്ലാം പഠിച്ച് ലോകപ്രസിദ്ധ മുജ്തഹിദായ വലിയും ആലിമും മുജ്തഹിദുമായ
ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ തഫ്സീർ നേരത്തെ ഞാൻ പറഞ്ഞ അർത്ഥമാണ്. അതിലൊരു കുഴപ്പവും കണ്ടോ? നിങ്ങൾ അർത്ഥം വെച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടോ? എന്താണ് അല്ലാഹു തആല ഈ വിവാഹം തന്നെ 2 ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒന്ന്, ഖുറൈശിയായ ഒരു ഉന്നത തറവാടിയോട് അല്ലെങ്കിൽ ഉന്നത തറവാടിയായ ഒരു പെൺകുട്ടിയെ നല്ല തഖ്വയുള്ള ഇത്ഖ് ചെല്ലപ്പെട്ട ഒരു മൗലവിയോട് കെട്ടിക്കുന്നതിന് ഇസ്ലാമിൽ തടസ്സമില്ല എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയും, ദത്തപുത്രന്റെ മോചിതയായ പത്നിയെ നേരത്തെ പിതാവ് വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഇസ്ലാമിൽ യാതൊരു വിരോധമില്ല എന്ന നിയമം പ്രാവർത്തികമായി കാണിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു അറിയിച്ചതനുസരിച്ചാണ് ഈ വിവാഹം തന്നെ നടത്തിയത്. പക്ഷേ സമൂഹത്തിൽ നിന്ന് എന്തായിരിക്കും പ്രതികരണം? അപ്പൊ തുഫീഫി നഫ്സിക എന്നാണ് അള്ളാഹു തആല തീരുമാനിച്ച് വഹി അറിയിച്ചതനുസരിച്ച് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വിവാഹമോചനം നടത്തും. അങ്ങനെ വിവാഹമോചനം നടത്തിയാൽ അള്ളാഹു തആലയുടെ നിർബന്ധ തീരുമാനപ്രകാരം അവരെ വിവാഹം കഴിച്ച് ഭാര്യയാക്കേണ്ടി വരും. ഇത് പുറത്തു പറയാതെ മനസ്സിൽ വെക്കുന്നു. എന്തേ പുറത്തു പറയാതെ മനസ്സിൽ വെക്കുന്നത്? ആൾക്കാരുടെ ഈ നാക്കിനെ പേടിച്ചിട്ട് എന്തൊക്കെയാണ് അവർ ഇതിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുക എന്ന നിലക്ക് ആളുകളിൽ നിന്നിട്ട് കടുത്ത ആക്ഷേപത്തെ ഭയപ്പെടുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹു തീരുമാനിച്ചാൽ തീരുമാനിച്ചവരെ അടക്കും. ഇതിനപ്പുറമൊന്നുമില്ല. വളരെ വ്യക്തം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ആബിദീൻ റളിയല്ലാഹു തആല ആയത്തിനെ തഫ്സീർ ചെയ്തത്. കഥ ബുക്കിൽ കഥ എഴുതിയപ്പോൾ ഇമാം തിബരി എഴുതിയെങ്കിലും ഖുർആൻ വ്യാഖ്യാനിക്കുന്ന തഫ്സീർ കുട്ടിക്കളിയല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാറോല എഴുതേണ്ട സ്ഥലമല്ല എന്ന് മനസ്സിലാക്കി ഇമാം തിബരി തഫ്സീറിൽ അഭിപ്രായം കൊണ്ടുവന്നില്ല. അത് ഹക്കായ നിലക്ക് തഫ്സീർ ചെയ്തു. പക്ഷെ തഫ്സീറിൽ ആദ്യം കൊണ്ടുവന്ന ആള് നേരത്തെ പറഞ്ഞ ഈ മൗലവിയ സമഖ്ശരി. അയാൾക്ക് കശാഫ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതിലാണ് എന്നിട്ട് ഈ പിന്നീട് വന്ന ഈ കശാഫിന്റെ സാഹിത്യ ശൈലി, വശ്യമായ ഖുർആനിന്റെ സാഹിത്യ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഇത്രയും നല്ല വേറൊരു പുസ്തകമില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്ന ഒരുപാട് മുഫസ്സിറുകൾ ഇയാളെ കണ്ണും ചിമ്പി ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ കുടുങ്ങി. വലിയ ആളുകൾ തന്നെ ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു, ഇവർക്ക് അങ്ങനെ നല്ല സുന്നിയാണ്, നല്ല വിവരമുള്ളതാണ്. പക്ഷേ സമഖ്ശരിയെ പറ്റിയിട്ട് വലിയ മതിപ്പാക്കാൻ ആ സാഹിത്യം ശൈലിയൊക്കെ. അങ്ങനെ ആ കഥ ഇമാം ബൈളാവി ഉദ്ധരിച്ചു. അവിടെ തന്നെ അതിന് വ്യാഖ്യാനം എഴുതിയ മഹാനായ ശൈഖ് സാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ കെട്ടുകഥ സമഖ്ശരിയുടെ കശാഫിനെ അനുകരിച്ചതാണെന്നും ഇവിടെ യഥാർത്ഥത്തിൽ പറയേണ്ട തഫ്സീർ ബഹുമാനപ്പെട്ട ഇമാം സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ തഫ്സീറാണെന്നും അദ്ദേഹം അതിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് നമ്മളൊക്കെ വളരെ ബഹുമാനപൂർവം ആദരിച്ച് ലോകത്ത് എല്ലാ മുസ്ലിം യൂണിവേഴ്സിറ്റികളിലും തഫ്സീറിൻ്റെ ആദ്യ പുസ്തകം എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന ജലാലൈൻ. നമ്മളിവിടെ കേരളത്തിൽ കുറച്ചാളല്ല. ഈ പരിഷ്കാരമൊക്കെ പറയുന്ന വഹാബികൾ ഭരിക്കുന്ന സൗദി അറേബ്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇന്നും തഫ്സീറിലെ ഫസ്റ്റിലെ ടെസ്റ്റ് ജലാലൈനിയാണ്. ഇവിടെ കുറച്ച് പള്ളി ദർസിൽ മാത്രമല്ല, അത്രയും മഹത്തായ സൗഭാഗ്യം ലഭിച്ച ഇതിൽ ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാഗമാണല്ലോ അത്, താഴെ ജുസ. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി കശാഫിനെ നേരെ ഉദ്ധരിക്കുക. അതുകൊണ്ട് പല സ്ഥലത്തും ആ പ്രയാസങ്ങളുണ്ട്. കശാഫിൽ പറഞ്ഞ ഒരു തെറ്റായ കഥ കശാഫ് പറഞ്ഞു എന്നതുകൊണ്ട് ഉദ്ധരിച്ചതാണ്. അതിൽ വസ്തുതയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് കുഴപ്പമുള്ളത്? അള്ളാഹു ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് ചെയ്യണം. ജനങ്ങളുടെ പ്രതികരണം നോക്കി ശങ്കിച്ചിരിക്കരുതെന്നേ മാത്രമേ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു തആല പ്രഖ്യാപിക്കുന്നത്. സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതേ സെയ്ദിനെ തന്നെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബാവിൻ്റെ അടുത്ത് പറഞ്ഞയച്ച്. അപ്പോൾ സെയ്ദിനെ പറ്റിയിട്ട് അത്രയും നബി തങ്ങൾക്ക് വിശ്വാസമാ, ബഹുമാനമാ.
താൻ തലാഖ് ചൊല്ലിയ ഈ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ കെട്ടുന്നു എന്ന വിവരം അറിയിക്കാൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ പറഞ്ഞയച്ചു. ഈ വിവരം കിട്ടിയ ഉടനെ അല്ലാഹു തആലക്ക് ശുക്റായി അവർ 2 റക്അത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് ഒരന്വേഷണവും ഇല്ല, നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. സൈനബ് ബീവി പിന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് അഭിമാനം പറയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. 10 കാര്യങ്ങൾ എണ്ണി പറയാറുണ്ട്. അവരൊന്നും വിശദീകരിച്ച് പറയാൻ സമയമില്ല. മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത 10 പ്രത്യേകതകൾ എനിക്കുണ്ട് എന്ന് മഹദി പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, നിങ്ങളെയൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. എന്നെ എൻ്റെ റബ്ബ് നേരിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം. നിങ്ങൾക്കൊക്കെ ദല്ലാലിയായിട്ട് പോയത് മനുഷ്യരാണ്, ആണോ പെണ്ണോ ആയിട്ടുള്ള മനുഷ്യരാണ്. എൻ്റെ ദല്ലാലിയായിട്ടുള്ളത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. 7 ആകാശത്തിന്റെ മുകളിൽ നിന്ന് വിവാഹ വാർത്തയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന ആളാണ് ഞാൻ. അതിന് പുറമെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും ഒരേ ഉപ്പാപ്പയുടെ പേരമക്കളാണ്. ഇങ്ങനെ അവകാശപ്പെടാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ വേറെ ആർക്കും കഴിയില്ല. മകന്റെ മോൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകള്, മകളുടെ മോള് സൈനബ റളിയല്ലാഹു അൻഹ ഒരേ ഉപ്പാപ്പാന്റെ മക്കളാണ്. ഇങ്ങനെ പറയേണ്ടതൊന്നും വിശദീകരിച്ച് പറയാൻ സമയമില്ല. ചുരുക്കത്തിൽ മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ ഈ വിവാഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്തായ ഇസ്ലാമിന്റെ സുന്ദരമായ നിയമവ്യവസ്ഥിതി, മനുഷ്യ സമത്വം പ്രഖ്യാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തവരാണ് അവര്. അവർക്ക് അല്ലാഹു തആല ധാരാളം മഹത്വങ്ങൾ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവരെ പറ്റി പ്രത്യേകം പറഞ്ഞ കൂട്ടത്തിൽ ഇന്നഹാല അവ്വാഹ, അവർ വല്ലാതെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരും വലിയ വിനയാന്യതയുമാണ്. അങ്ങനെയുള്ള മഹദി നിസ്കാരം, നോമ്പാദി ശാരീരിക ബാധത്തുകളിൽ മതിയാക്കാതെ ദാനധർമ്മത്തിൽ എല്ലാവരും മഹദികളാണ്. അവരൊക്കെ വലിയ ധർമ്മ, എന്നാൽ ഉള്ളത് കൊടുക്കലാണ് അവരൊക്കെ. ഇവര് ഉള്ളത് കൊടുക്കുകയല്ല, ഉള്ളത് കൊടുത്തതിന്റെ പുറമെ ഉണ്ടാക്കി കൊടുക്കലായിരുന്നു. അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കിട്ടുന്നതിന്റെ ഭാഗം പാവങ്ങളെ സഹായിക്കാറായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഓരോരുത്തർക്കും അവരുടെ മഹത്വവും സ്ഥാനവും അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന് നിന്നിട്ട് നിശ്ചിത സംഖ്യ ബൈത്തുൽ മാലിൽ നിന്നിട്ട് പെൻഷനായി അനുവദിച്ചിരുന്നു. അങ്ങനെ ഒരു വർഷത്തേക്ക് മതിയായിരിക്കുന്ന സൈനബ റളിയല്ലാഹു തആല അൻഹക്ക് കൊടുത്തയച്ചത് 12,000 ദിർഹമാണ്. 12,000 ദിർഹം കൊടുത്തയച്ചപ്പം അവരതിലേക്കൊന്നും നോക്കുക കൂടിയും ചെയ്തില്ല. അള്ളാഹ് ബാക്കി എത്ര ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുണ്ട്, അവർക്ക് എന്നെക്കാട്ടിന് സൗകര്യം ഉണ്ടല്ലോ അത് വീതിച്ചു കൊടുക്കാൻ. എനിക്ക് എന്തൊക്കെ ഷോലും പണിയുണ്ട്, ഇതിങ്ങനെ വീതിച്ചു കൊടുക്കാൻ വേണ്ടി ഉമർ എൻ്റെ അടുത്തേക്ക് എന്തിനാ അപ്പം ഇത് കൊടുത്തയച്ച എന്ന് ചോദിച്ചു പറഞ്ഞ്, വീതിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള അവകാശമാണ്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട നിങ്ങളുടെ ഗവൺമെന്റ് എന്നുള്ള ബൈത്തുൽ മാലിലെ അവകാശങ്ങളെ ഹക്കാണ്. അപ്പൊ അവര് തിരിഞ്ഞു നിങ്ങൾക്ക് കാണാൻ വേണ്ട, നിങ്ങൾ അവിടെ ചൊരിയത് ചൊരിഞ്ഞതിന് ശേഷം പറഞ്ഞു ഒരു തുണി എടുത്തുകൊണ്ട് വന്നിട്ട് മൂടാൻ പറഞ്ഞു. മൂടി എന്തിനാ? നോക്കാതിരിക്കാൻ വേണ്ടി. ദുന്യാവ് ഫിത്നയാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ അതിന്റെ സൈഡിൽ ഇരുന്നത് മോള് മൂടിയിട്ട് കുറെ കീസ് തുന്നിക്കൊണ്ടുവരാൻ പറഞ്ഞു തന്റെ വൃത്തിയോട്, ഖാദിമത്തിനോട്. ഈ കൊണ്ടുവന്ന കീസിലൊക്കെ കൈ നിറയെ വാര ഇതിലിടുക, ഇത് ഇന്നോടത്ത് കൊണ്ടുകൊടുക്കും. ഇങ്ങനെ അവരെ അകന്ന ബന്ധത്തിൽപ്പെട്ടവരും അയൽവാസികളിൽപ്പെട്ടവരുമായ പാവപ്പെട്ടവർക്ക് അത് മുഴുവനും കൊടുത്തു. ഈ 12,000. അപ്പൊ തൻ്റെ ഖാദിമത്തായിട്ട് അടുത്ത് വേറൊരു പെണ്ണുണ്ട്, ഏകദേശത്ത് പറ്റ കഴിഞ്ഞു തോന്നി. അപ്പൊ പറഞ്ഞു ഞമ്മക്കും കിട്ടേണ്ട ഒരു അവകാശം എല്ലായിനുമല്ല അതിന് എന്ന് ഇവര് പറഞ്ഞപ്പം പറഞ്ഞു, എന്നാ ആ തുണി എടുത്ത് നോക്കും, ഇനി അതിലുള്ളൊക്കെ എനക്കാണ്. ആ തുണി എടുത്ത് മാറ്റി നോക്കുമ്പോൾ 80 ദിർഹം ബാക്കിയുള്ളൂ. പിന്നെ ബാക്കി 12,000 ബാക്കി മുഴുവനും കൊടുത്തു കഴിഞ്ഞാണ്. ഈ 80 നിങ്ങൾ കൊടുത്തോളിയാണ്. ഒരു ദിർഹം പോലും മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ അതിൽ നിന്ന് എടുത്തിട്ടില്ല.
എന്നല്ല ഈ വിവരം ഉമർ റളിയല്ലാഹു തആല അൻഹു അത് അവർക്ക് വേണ്ടി കൊടുത്തയച്ചതാണ് എന്ന് പറയുകയും അത്യാവശ്യത്തിന് എന്നാൽ അവർക്ക് ചെലവാക്കിക്കൊള്ളട്ടെ എന്നൊക്കെ 1000 ദിർഹം വീണ്ടും കൊടുത്തയച്ചു. ഈ 1000 ദിർഹമും അപ്പോൾ തന്നെ ചെലവാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പഠിച്ചവനെ അല്ലാഹുമ്മ ഈ ഉമറിന്റെ അതാവ് രണ്ടാമതൊരു കൊല്ലത്തിൽ വാങ്ങി ഈ വിതരണം ചെയ്യാൻ നീ എനിക്ക് സന്ദർഭം അനുവദിക്കരുത്. കാരണം ദുനിയാവ് ഫിത്നയാണ്, എൻ്റെ കൽബിനെ അത് സ്വാധീനിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പറഞ്ഞതുപോലെ പിറ്റേത്തെ കൊല്ലമാവുന്നതിന് മുമ്പ് സൈനബ് റളിയല്ലാഹു തആല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് തന്നെ വഫാത്തായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ സമയത്ത് രോഗിയായി കിടക്കുമ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ 9 പേരും അവിടെ ഒരുമിച്ച് കൂടി. ഏവർക്കൊന്നും അറിയേണ്ടതുണ്ട്, നബിയെ ഞങ്ങളെ കൂട്ടത്തിൽ തങ്ങൾ പോയാൽ ആദ്യം അങ്ങോട്ട് എത്തുക ആരാണ്? പറഞ്ഞാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആദ്യം ആരാണ് മരിക്കുക എന്നാ ചോദ്യം. ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് തങ്ങളഴിക്കാൻ വന്ന് ചേരുക എന്ന് ചോദിച്ചപ്പോൾ അത്വലുക്കുന്നയതാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ കൈനീളമുള്ളവരാണ് ആദ്യം മരണപ്പെടുക. തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞ് പിന്നെയും ഇവർ കൂടും. നമ്മൾ വിചാരിച്ചേക്ക് അവർ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന ഇതൊന്നും അവരുടെ ഇടയിലില്ല. ഖൈറിൽ മത്സരിക്കാന്ന് അറിയണ ഒരു വാശിയുണ്ട് എന്നല്ലാതെ അങ്ങനെ ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി അവരെ ആദ്യത്തെ പണി എന്താ വെച്ചാൽ ഒരു ചുമരിനെ നേരെ നിൽക്കും. ഇവര് നേരെ നിന്നിട്ട് ഒരു വരായിരിക്കും, എന്നിട്ട് വേറൊരാളും നോക്കും വരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും പ്രായം കൊണ്ടും കൂടുതലുള്ള ആളാണ്, വലിയ ആജാനുബാഹുവാണ് ആര്? സൗദ ബീവി. അവരെ കയ്യും തടിയൊക്കെ ഏറെ എളുപ്പമുള്ളത്. അപ്പോൾ ആൾക്കാർ ഏകദേശം അങ്ങനെ കണക്കൂട്ടും ചെയ്യാലോ. കാരണം എന്താ, വയസ്സുകൊണ്ട് കൂടുതൽ മൂത്തത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ കൂട്ടത്തിന് അവരാണ്. പിന്നെ കയ്യും അല്ല തടി തന്നെ ആകെ വലിപ്പം കൂടുതലുള്ള അവരായിരിക്കും ആദ്യം പോകുക എന്നുള്ള ഒരു കണക്ക് കൂട്ടല്. സൈനബാവിനെ ആരും വിചാരിച്ചില്ല. കാരണം കൂട്ടത്തിൽ അത്ര നീട്ടില്ലാത്ത ഒരു സാധാരണ ഒത്ത സ്ത്രീയാണ്. പക്ഷേ ഈ 9 ആളുകളിൽ നിന്ന് ആദ്യമായി വഫാത്തായി ഇഹലോകവാസം വെടിഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികെ പോയത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ്. അപ്പോഴാണ് ആയിഷ ബീവി സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കൈ നീട്ടെന്ന് പറഞ്ഞത് ദാനം ചെയ്യാന്ന്. ഞങ്ങളൊക്കെ ദാനം ചെയ്യലുണ്ടെങ്കിലും ഞങ്ങളടുത്ത് ഉള്ളതും കിട്ടുന്നതും ഒക്കെ ദാനം ചെയ്യൽ. അവരൊക്കെ അങ്ങനെ തന്നെ. പലപ്പോഴും വീട്ടിലെ പട്ടിണിയൊക്കെ പറയുന്നുണ്ടല്ലോ, കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയൊക്കെ പറഞ്ഞിട്ട് 3 മാസം വരെയൊക്കെ അടുപ്പിൽ തീ കത്താത്ത മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞമ്മക്കാണെങ്കിൽ ഒരു ദിവസം ഇത്ര കഴിവുള്ളവരാണെങ്കിൽ ഇത്ര, പാവങ്ങളാണെങ്കിൽ ഇത്ര, ഇടത്തിരക്കാണെങ്കിൽ ഇത്ര എന്നാൽ കൊടുക്കൽ ഫർളല്ലേ? അപ്പോൾ ഈ ഭാര്യമാർക്കൊന്നും ചെലവിന് കൊടുക്കലില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ചിന്തിക്കലില്ലേ? ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധത്തിന് ശേഷം, പിന്നെ ഈ 9 വന്നത് ഖൈബർ യുദ്ധത്തിന് ശേഷം ധാരാളം സ്വത്ത് ബൈത്തുൽ മാലിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈ ആയിട്ട് ഫദക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശം മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടമയിൽ വന്നു. അന്ന് മുതൽ ഒരു കൊല്ലത്തേക്കുള്ള ഫുള്ള് ചെലവ് ഒന്നിച്ചു കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂർ കൊടുക്കും. ഒരു കൊല്ലത്ത് ആർക്കായി കൊടുക്കുന്നത്? ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക്. അവരുണ്ടോ അത് വീട്ടിൽ വെച്ച് കൊടുക്കുന്നത്? അത് കിട്ടിയ അന്നും പിറ്റിയെന്നും വേണ്ട 3-4 ദിവസം കൊണ്ട് എന്തായി? അതൊക്കെ പാവപ്പെട്ട ഫക്കീർ മിസ്കീന്മാർക്ക്, യതീം മക്കൾക്ക്, വിധവകൾക്ക് വിതരണം ചെയ്യും. പിന്നില്ലാണ്ടാകുകയാണ്. അല്ലാതെ ചെലവിന് കൊടുക്കുകയല്ല, ചെലവിന് കൃത്യമായിട്ട് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സ്വത്ത്, ബാപ്പമാരുടെ സ്വത്ത് കിട്ടിയവരുണ്ട്, ആ കിട്ടുന്നത് സ്വന്തം ഏർപ്പാട് ചെയ്യുന്നവർ, അതൊക്കെ സദഖ ചെയ്യാം. പക്ഷെ അതൊക്കെ ഉള്ളത് ചെയ്യലാണ്. സൈനബ് ബീവി ഉള്ളതും കൊടുക്കും, അതിൻ്റെ പുറമെ തൊഴിലെടുത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അതും കൂടി. അപ്പം ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ധർമ്മിഷ്ഠയായത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൂടുതൽ നീട്ടമുള്ളവരെന്ന് പറഞ്ഞതെന്ന് അവർ വഫാത്തായപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആലയുടെ സ്ഥാനം എന്താണോ തത്തുല്യമായ സ്ഥാനം ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുണ്ടായിരുന്നു എന്ന്
എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീനും സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, ആയിഷ ബീവി തന്നെ എടുത്തു പറയുന്നുണ്ട്, വഹിയല്ലത്തി തുസാമീനി ഇൻദ റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്നേഹത്തിലും പരിഗണനയിലും എനിക്ക് കിടപിടിക്കുന്ന ആള് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സൈനബ് ബിൻത് ജഹ്ഷ് മാത്രം. കാരണം അത്രമാത്രം ഈ ദീനിനു വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയും ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നവരാണ്. അതുകൊണ്ട് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ, എന്നാൽ അവർ എത്രമാത്രം സത്യസന്ധയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആലയെ പറ്റിയിട്ട് മുനാഫിക്കുകൾ ഉണ്ടാക്കി തീർത്ത ആ അപരാധം പറഞ്ഞപ്പോൾ അത് വസ്തുതാന്വേഷണം നടത്തിയ സമയത്ത് സൈനബ് ബീവിയോട് ചോദിച്ചപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ചു എന്താ ആയിഷയെ പറ്റിയിട്ട് വല്ല അഭിപ്രായം പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം അഹ്മീ സമ്മീ വബസരി, നബിയെ ഇല്ലാത്തത് പറയാനും കേൾക്കാനും ഞാനാളല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വരെ നല്ലതല്ലാത്തൊന്നും അവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും മത്സരത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും പുറത്തു പോട്ടെ എന്നാ വിചാരിക്കുക. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത സത്യസന്ധകളായി, ബാക്കിയുള്ള കളവ് എന്ന് പറഞ്ഞു എന്നല്ല, ആയിഷ ബീബി രണ്ടാളെ പരിചയപ്പെടുത്തി. ഒന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ചാൽ ഇത്രമാത്രം സത്യവതിയായി വേറൊരു സ്ത്രീ എനിക്കറിയില്ല എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറ്റിയിട്ട് ആയിഷ ബീവി എന്നതുപോലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത വനിതയായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹ എന്ന് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് വഫാത്തായ അവരെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് മയ്യിത്തസ്കരിച്ചത്. പരസ്യമായിട്ട് മയ്യത്ത്, സ്ത്രീകളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കട്ടിലിന് മൂടി വെക്കുക എന്ന സമ്പ്രദായം പഴയ കാലത്തില്ല. ആദ്യമായിട്ട് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹയാണ് അത് ചെയ്തത് എന്നാണ് ചരിത്രം. പക്ഷെ പിന്നെയും അത് തുടർന്നിട്ടുണ്ടായിരുന്നില്ല. കട്ടിലുമേൽ ഇങ്ങനെ കടത്തിയിട്ട് മയ്യത്ത് കൊണ്ടുപോല, മൂടില്ല. അങ്ങനെ വഫാത്ത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപനം നടത്തി. ഉമ്മുൽ മുഅ്മിനീന സൈനബ് റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ വളരെ ഹിജാബ് പാലിച്ച ആളാണ്. അവരുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവരിൽ തൊട്ടാവെന്ന് അറിയാത്ത മഹ്റമുകളല്ലാത്ത ആരും കൂടെ പോരാൻ പാടില്ല. അത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് നമ്മൾ ചെയ്യുന്ന ബഹുമാനത്തിന്റെ ഭാഗമാണ് പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ അറിയേണ്ടത്. അസ്മാ ബിൻത് ഉമൈസ് എന്ന ഉമ്മത്തെ സഹോദരിയാണ്. ഒരു വലിയ അത്ഭുത മനുഷ്യയാണ്, അതൊന്നും പറയാൻ സമയമില്ല. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത് ആദ്യം അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു തആല ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഷഹീദായതിനു ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു. അദ്ദേഹം വഫാത്തായതിനു ശേഷം മഹാനായ ഇമാം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു. ഇങ്ങനെ മഹദി, അവർക്കൊക്കെ സന്താനങ്ങളും ജനിച്ച വലിയ മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വീട് കൂടുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒത്താശയ്ക്ക് വേണ്ടി നിന്ന ആളുമാണ്. അതിലൊന്നും പറയാം, അവർക്ക് വിശദമായി പഠിക്കാൻ സമയമുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന വിഷയം. ഏതായാലും അവർ പറഞ്ഞു, റളിയല്ലാഹുവിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ പ്രഖ്യാപനം നടത്തിയാൽ ഉമ്മുൽ മുഅ്മിനീനോട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളില്ല എന്ന് പറയുന്ന ഒരു അനാദരവല്ലേ? മഹ്റം എന്ന് പറഞ്ഞാൽ കുറച്ചാളല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്, അവർക്ക് പൂർണ്ണ ഹിജാബ് ലഭിക്കണം എന്നല്ലേ? ഞങ്ങൾ പണ്ട് ഹബിഷയിൽ പോയത്, ഹബിഷയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടത്തിൽ അസ്മാ ബിൻത് ഉമൈസ് ഹിജ്റ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഹബിഷയിൽ അവർ സാധാരണ നസറാക്കളാണ്. അവർ മയ്യത്ത് കൊണ്ടുപോകും. സ്ത്രീകളെ മയ്യത്താണെങ്കിൽ കൊള്ളിയോ ഈത്തപ്പന മട്ടലോ വളച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈത്തപ്പന ഓലയോ തുണിയോ വെച്ച് ഒരു മറയുണ്ടാക്കി അത് ഈ കട്ടിലിൻ്റെ മുകളിൽ വെക്കും. അപ്പൊ മയ്യത്ത് തീരെ കാണൂല. ഇങ്ങനൊരു സമ്പ്രദായമുണ്ട് ഹബിഷികൾക്ക്. ഞാനത് ഹബിഷയിൽ താമസിക്കുന്ന കാലത്ത് നേരിൽ കണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ റളിയല്ലാഹു തആല അൻഹു അത് കൊള്ളാം, ഞാൻ പോരണ്ടെന്ന് പറഞ്ഞ അവരുടെ കൂടെ ആൾ വേണമെന്ന് ആഗ്രഹം എനിക്കില്ല, പക്ഷേ അവർക്ക് പൂർണ്ണ ഹിജാബ് ലഭിക്കട്ടെ എന്ന് എനിക്ക് പറഞ്ഞതാണ്. ഇത് നല്ലതാണ്. അങ്ങനെയാണ് പൊതുവിൽ സ്ത്രീകളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പം കട്ടിലിൻ്റെ മുകളിൽ ഒരു മറവെക്കുക എന്ന സമ്പ്രദായം വ്യാപകമായി നടപ്പിലായത്. പിന്നീട് പിൽക്കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ പിന്നെ മഴയല്ലേ,
നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ 5-6 മാസം ഏകദേശം മഴയായിരിക്കും. അപ്പോൾ എപ്പോഴും ഇത് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ഈ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മഴ കൊള്ളാത്ത എന്തെങ്കിലും ഒന്ന് വിരിച്ചാൽ നല്ലതാണല്ലോ എന്നുള്ളവർക്ക് നമ്മളെല്ലാവർക്കും എന്ത് വെക്കും? ഈ മൂടി വെക്കും. കേടൊന്നുമില്ല, മൂടി വെക്കണം എന്നുള്ള ആവശ്യമില്ല എന്നല്ലാതെ വെച്ചുകൂടാ എന്ന നിയമമൊന്നുമില്ല. ഞാൻ മൂടി എടുക്കാതെ നിസ്കരിക്കണോണ്ട് വല്ല കേടുണ്ടോ? ഒരു കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ റൂമിലാണ് അന്ത്യവിശ്രമം കൊണ്ടത്. സാധാരണ പോലെയായിരുന്നു അവിടെ കയറിയിരുന്നത്. പിന്നീട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ മറമാടിയപ്പം സാധാരണ പോലെ അവർ പറയും, ഒന്നെൻ്റെ വാപ്പയാണ്, ഒന്നെൻ്റെ ഭർത്താവാണ്, പ്രത്യേകിച്ച് ഹിജാബിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നീട് മൂന്നാമനായി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ മറമാടിയതോടുകൂടി പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഹിജാബാണോ ആ ഹിജാബ് പൂർണ്ണമായി ധരിച്ചുകൊണ്ടല്ലാതെ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാറില്ല. ഒരു പിരീട്ടൊക്കെ റൂം ആദ്യം തന്നെ ചെറിയ റൂമാണ്, പകുതി നേരെ ഇങ്ങനെ ഒരു മറ കൊണ്ട് പിരിച്ച് മറക്കും. ആ മറന്റെ ഇപ്പുറത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഉള്ളിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പ്രവേശിക്കേണ്ടി വന്നാൽ പുറത്തു പോകുന്നത് പോലെ ഹിജാബ് പാലിക്കുമായിരുന്നു. എന്നാൽ മരിച്ചു പോയാൽ ജീവിതത്തിൽ അതേ ഇഹ്തിറാമ് വേണം, ഹിജാബ് വേണം. മറവക്കൽ എന്ന് പറയുന്ന ഈ സമ്പ്രദായം യഥാർത്ഥത്തിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോയതോടുകൂടിയാണ് വ്യാപകമാവുന്നത്. ആദ്യത്തെ സംഭവം അതല്ല. ആദ്യത്തത് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്തിനാണ് അറബി ലോകത്ത് ആദ്യമായി ഇങ്ങനെ ഒരു മറയുണ്ടാക്കി അത് മൂടിയിട്ട് കട്ടിൽ പൂർണ്ണമായി മറക്കുന്ന അവസ്ഥ. അതും ഇതേ അസ്മാ നിർദ്ദേശിച്ചതാണ്. വഫാത്താകുന്ന സമയത്ത് തൻ്റെ രോഗിയായി നിൽക്കുമ്പോൾ തൻ്റെ അരികെ വരുന്ന അസ്മാവിനോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായം വളരെ മഷളാണ്. ഒരു പെണ്ണിനെ ഒരു തുറന്ന കട്ടിലുമ്പിൽ ഇങ്ങനെ കടത്തിയിട്ട് കൊണ്ടുപോകുക, അവളുടെ ശരീരത്തിൻ്റെ വണ്ണവും വടിവും ഒക്കെ പുറത്തുനിന്ന് കാണൂലേ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, മുത്തുനബി തങ്ങളുടെ പൊന്നുമോളെ, ഞങ്ങള് ഹബശയിൽ താമസിക്കുന്ന സമയത്ത് അവിടത്തുകാര് പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരു മറ വെച്ചിട്ടാ പോവുക. അപ്പോ ആളെ കാണൂലെന്നല്ല, ആ തടി എന്നെ തീരെ പറയും. അത് അങ്ങനെയും നല്ലതാണ്, ഞാൻ മരിച്ചാൽ എന്നാ നീ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ കട്ടിലിന് അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്നെ ഈത്തപ്പന മട്ടല് നടുക്ക് കീറി വളച്ച് കുത്തി വെച്ചിട്ട് അത് തുണിയിട്ട് മൂടി കട്ടിലിൻ്റെ മുകളിൽ മൂടിയാക്കി വെച്ചിട്ട് അങ്ങനെയാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്തുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അച്ചടക്കം വരുത്താൻ വേണ്ടിയിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലും തന്നെ അതിര് വിടുന്നു എന്ന് കാണുമ്പോൾ കർശനമായ നടപടിയെടുക്കും. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ എന്തെല്ലാം വളരെ ചീപ്പായ നടപടിയായിരിക്കൂല. നബി തങ്ങളുടെ നടപടി എപ്പോഴും മാന്യമായിരിക്കും. പക്ഷേ നടപടി എടുക്കേണ്ടിടത്ത് എടുക്കും. ഹജ്ജത്തുൽ വദാഇന് പോകുന്ന സമയത്ത് മഹദിയായിരിക്കുന്ന സഫിയ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു തആല അൻഹ പറയാനുള്ള സമയം ഉണ്ടെങ്കിൽ പറയാം നമുക്ക്. സഫിയ റളിയല്ലാഹു തആല അൻഹ നല്ല ഒരൊട്ടകാണ്. കുറച്ച് നല്ല സാധന സാമഗ്രികൾ കൂടുതലും ഉണ്ട് അവരുടെ കൂടെ. സൈനബ് റളിയല്ലാഹു തആല അൻഹ അത്ര തന്നെ ഒന്നും സാധനങ്ങളില്ല. പക്ഷെ അവർക്ക് 2 ഒട്ടകങ്ങൾ. സഫിയാവിക്ക് 1 ഒട്ടകയാണ്. അപ്പോ യാത്രക്കിടയിൽ ഈ ഒട്ടകത്തിന് എന്തോ രോഗം ബാധിച്ച് നടക്കാൻ വയ്യാതായി താഴെ വീണുപോയി. അവര് വിഷമിച്ച് കരഞ്ഞു. കരീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന്, എന്തിനാ കരയേണ്ട സമാധാനപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് സഫിയ റളിയല്ലാഹു തആല കണ്ണീര് തുടച്ചു കൊടുത്തുകൊണ്ട് ഒരു കരയരുത് എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒക്കെ വിഷമായല്ലോ, എൻ്റെ ഒട്ടകത്തിന് നടക്കാൻ വയ്യാതായി ഇവിടെ വീണു. അപ്പൊ ഇവിടെ യാത്ര ഇറങ്ങേണ്ട സ്ഥലമല്ല. അപ്പൊ എല്ലാവരും ഇറങ്ങി നിമിതങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നെ കൊണ്ട് എല്ലാവരും വിഷമിച്ചല്ലോ, ഞാൻ എന്താ എന്ന് പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കുക, നിങ്ങൾ വിഷമിക്കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സൈനബ് ബീവിന്റെ അടുത്ത് കുറച്ച് സാധനമുള്ളൂ, നല്ല 2 ഒട്ടകങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈന നമ്മളെ സഫിയ ഓള് ആരും വിഷമിപ്പിക്കാത്തോളാം. പക്ഷെ ഓള് ഒട്ടകം ഇങ്ങനെ വീണുപോയി, ഞാൻ നടക്കാൻ കഴിയില്ല. അവർക്കും പോകണ്ടേ, 2 എണ്ണം ഉണ്ടല്ലോ മോളെ, ഞങ്ങൾക്ക് ഒന്ന് സഫിയ കൊടുക്കുവോ? ആ നിങ്ങളെ യഹൂദിച്ചിക്ക്
ഞാൻ കൊടുക്കൂല. അതിന് വിധങ്ങൾക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനെ അവഹേളിക്കാൻ പാടില്ല. അതാണ്. അതെന്തിനാണ് നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടി അല്ലാഹു തആല ഓരോന്നും ഉണ്ടാക്കുകയാണ്. ആ ഒറ്റ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുതൽ പണങ്ങി. ദുൽഹജ്ജ്, മുഹറം, സഫർ ആണോ ദീനിയായ കാരണത്തിന് വേണ്ടിയാണെങ്കിൽ നീണ്ട് പിണങ്ങുന്നതിന് കുഴപ്പമില്ല. വ്യക്തിപരമായ കാരണത്തിന് വേണ്ടി 3 ദിവസത്തേക്കാൾ പിണങ്ങിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഇത് ദീനിയായ കാരണം. ഒരു മോമിനത്തായ പെണ്ണിനെ വേറൊരു മോമിനത്ത് അവഹേളിക്കാൻ പാടില്ല. അതൊരു പഠിച്ചോട്ടെ എന്നുള്ളത്. അവസാനം വഫാത്തിന്റെ തൊട്ടുമുമ്പ് രോഗം ബാധിച്ചതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, റബീഉൽ അവ്വൽ തുടക്കത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്ത് തിരിച്ചാ വീട്ടിൽ വന്നത്. അച്ചടക്കം കൊടുക്കേണ്ടോടത്ത് വേറൊരു ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചുകൂടി എന്ത് കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറിയൊരു ഇളവൊക്കെ കൊടുക്കും. അതൊക്കെ ആ പ്രായത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ട് കേട്ടോ, ഞാനത് പറയാം. സംശയം എന്താന്ന് വെച്ചാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് എല്ലാവരോടും തുല്യനീതി പുലർത്തണ്ടേ, സ്വന്തം ഭാര്യമാരോട് തുല്യനീതി പുലർത്തണ്ടേ. ഒന്നിലധികം ഭാര്യമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആയിഷ ബീവിയോട് പ്രത്യേക ഒരു സ്നേഹവും വാത്സല്യവും ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത, അപ്പൊ അത് അനീതിയല്ലേ എന്ന്. ഈ തുല്യനീതി എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? വീട്ടിൽ താമസിക്കുന്നതിൽ, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നതിൽ, സാമ്പത്തികമായ സഹായം ചെയ്യുന്നതിൽ, ഇതിലൊക്കെ തുല്യനീതിയാണ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വയിഷ്ടപ്രകാരം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കും കൃത്യമായ ദിവസം കൊടുക്കുക. ചെലവിന് കൊടുക്കുന്നത് കൃത്യമായാണ്. ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതും കൃത്യമായിട്ടാണ്. വീട് വെച്ചു കൊടുത്തതും കൃത്യമായിട്ട്. ആരും ഒരു വ്യത്യാസമില്ല. ആനുകൂല്യങ്ങളൊക്കെ തുല്യം. പക്ഷേ മനസ്സിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ബാഹ്യമായ അനീതി ഇല്ലാത്തിടത്തോളം സ്നേഹം കൂടുതൽ കുറവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട, ഇഖ്തിയാറുമായിട്ട് ബന്ധപ്പെടാത്ത വിഷയം ആയതുകൊണ്ട് അതിൽ ഒരാൾക്കും നിയന്ത്രണമില്ല. അത് അള്ളാഹുവിന്റെ നേരിട്ട് നിയന്ത്രണമാണ്. അതുകൊണ്ട് അതിൽ നീതി പാലിക്കാൻ പറയില്ല. കാരണം എന്തുകൊണ്ട്? മാ ജഅല അല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. ഒരു മനുഷ്യന്റെ ഉള്ളിൽ 2 കൽബ് അല്ലാഹു തആല വെച്ചിട്ടില്ല. ഒരു സ്ഥാനത്ത് ഒരാൾക്ക് കൊടുത്താൽ ആ സ്ഥാനത്ത് രണ്ടാമത്തെ ആൾ കയറാൻ കഴിയില്ല. സാധ്യമാണ്. ഇപ്പൊ രണ്ടാമത്തെ ആൾ ഒരിക്കലും അപ്പുറയിക്കാർ അല്ലെങ്കിൽ ഇപ്പുറയിക്കാർ, ഒരു സ്ഥാനത്ത് 2 ആൾ വരില്ല. അപ്പൊ അത് മനുഷ്യ കഴിവിൽപ്പെട്ടതല്ല, അത് പ്രകൃതി സ്നേഹം. പിന്നെ അതിന്റെ പുറമെ പ്രായത്തിന്റെ ഒരു പരിഗണന പ്രത്യേകം വെച്ചു കൊടുക്കും. നമ്മൾ പറഞ്ഞല്ലോ, സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അന്ന് ഒരു പ്രായത്തിൽ 35 വയസ്സ് കഴിഞ്ഞാണ്, മറ്റേ പ്രായത്തിൽ 39 വയസ്സ് കഴിഞ്ഞത്. എല്ലാ നിലക്കും പക്വതയും പ്രായവും ചിന്തയും അനുഭവവും പരിചയമൊക്കെ ഉള്ള ആളാണ്. അവർ കുറെ കൂടി പക്വത കാട്ടണ്ടേ. ആയിഷാ ബീവിക്ക് എത്ര നമ്മൾ ഇഹലോകവാസം വെടിയുന്ന സമയത്ത് 18 വയസ്സായിട്ടുള്ളൂ. അത് നമ്മൾ പരിഗണിക്കണമല്ലോ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കലൊരു യാത്ര പോകുമ്പോൾ ആയിഷാ ബീവിയുണ്ട്, സഫിയ ബീവിയുണ്ട് യാത്രയിൽ. ആയിഷാ ബീവിന്റെ അടുത്ത് നല്ല ഒട്ടക, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഉണ്ടായാൽ, ചരക്ക് കുറച്ചേ ഉള്ളൂ. സഫിയ ബീവിന്റെയും ഒട്ടകം കുഴപ്പമൊന്നുമില്ല, നല്ല ഒട്ടകമാണ്. പക്ഷെ അവരുടെ അടുത്ത് സാധനം കുറെ കൂടുതലാണ്. യാത്ര കുറേയാണ് പോയി. ഈ ഒട്ടകം നടന്നിട്ട് എന്തായാലും എത്തണില്ല. അപ്പൊ എന്താ, ഈ ചരക്ക് അത്രയും ഭാരമുള്ളത് കൊണ്ട് അതോടുകൂടി ബീവി അതിൽ യാത്ര ചെയ്യുമല്ലേ, ഇതൊന്നിച്ച് വഹിക്കാൻ. ആയിഷ ബീവി ആണെങ്കിൽ ആളും ചെറുതാണ്, സാധനം കുറവാ, നല്ല ഒട്ടക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ആയിഷാനക്ക് സഫിയാന്റെ ഒട്ടകം കൊടുക്കാൻ. അതിന് കുറച്ചൊരു ക്ഷീണമുണ്ട്. എന്താ, സാധനം കുറവാണ്, ആളും ചെറുതാണ്. ഒട്ടകത്തിനൊരു ആശ്വാസം കിട്ടും. സൈനബാണെങ്കിലോ സഫിയ ആണെങ്കിലോ സാധനം കണക്കിലേറുണ്ട്. ഇവരെക്കാട്ടിൽ കുറച്ചുകൂടി മുതിർന്ന ആളുമാണ്. അപ്പൊ അങ്ങനെ ശരാശരി പോവുമല്ലോ. ആയിഷാവിക്കും ദേഷ്യം പിടിച്ചു. എന്താ നിങ്ങൾ പറയുന്നത് ചോദിച്ചു. ഞാനൊരു മസലത്ത് പറഞ്ഞാൽ എല്ലാവർക്കും പോകണ്ടേ, ഇല്ല ഞാൻ ഇപ്പോൾ ഓളോ ആ ഒട്ടം ഇങ്ങനെ വരുമ്പോ അങ്ങനെയല്ലേ നമ്മൾ എത്തുള്ളൂ, സമയം താമസിക്കൂലേ. നിങ്ങൾ അള്ളാന്റെ റസൂലനല്ലേ, അന്ത റസൂലുള്ളാഹി, നിങ്ങൾ അള്ളാന്റെ റസൂലനല്ലേ ചോദിച്ചു.
യാ ഉമ്മ അബ്ദില്ലാ ഫീ ദാലിക ശക്കുൻ. അല്ലാ, അപ്പോഴും ബഹുമാനത്തിന് വാക്ക് നോക്കണം. നമ്മളവിടത്തേക്ക് താത്ത വിളി കാക്ക വിളി അവിടെ ഇല്ലല്ലോ. അറബിയൊക്കെ താത്തയും കാക്കില്ലല്ലോ. അപ്പൊ പേര് നേരെ വിളിക്കാതെ ബഹുമാനിച്ച് പറയുന്നവരാണ് ഈ ഉമ്മും അബും കൂട്ടിയിട്ട് പറയാ. ആയിഷ ബീവിക്ക് അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത ഓമന പേര് ഉമ്മ അബ്ദുള്ള എന്നാ. ആ പേര് വിളിച്ചിട്ടാ പറയുന്നത്. യാ ഉമ്മ അബ്ദില്ലാ ഫീ ദാലിക ശക്കുൻ. ഞാൻ അള്ളാന്റെ റസൂലെന്ന് പറഞ്ഞാലും ശക്കാണോ? അല്ല, അതിലത്തെ വൈനന. എന്നാ പിന്നെ ഞമ്മക്കിടെ ഒരു മര്യാദ ഉണ്ടേ. സഹിച്ചു കൊടുത്തു. അതെന്താന്ന് വെച്ചാൽ അവരുടെ പരിചയക്കുറവും പ്രായക്കുറവും പക്വതക്കുറവും എന്നിട്ട് ഉപദേശിച്ചു അങ്ങനെ പറയാൻ പാടില്ല. ഒരിക്കൽ ഇവരൊക്കെ പാടെ കൂടി സഫിയ ബീവിയുടെ എല്ലാവരും യഹൂദി കുടുംബത്തിൽ വന്ന് എന്തിനാ കൊള്ളാം. നമ്മളൊക്കെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പാന്റെ മക്കള് എളാപ്പാന്റെ മക്കള് ഖുറൈശ് തറവാട്ടുകാര് നമ്മുടെ അവിടെ ഒന്നും സാധുവത്തൂല. അത് അവർക്കൊരു മാനക്കേടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോണ്ട് സഫിയ ബീവി ഇങ്ങനെ കണ്ണീർ തുടച്ച് കാര്യം എന്ത് സഫിയ, ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഓർക്ക് നിങ്ങൾ അടുത്ത ബന്ധുക്കളായതുകൊണ്ട് ഒരു വലിയ സ്ഥാനമുള്ളവരാണ്, ഞാൻ യഹൂദി പാരമ്പര്യമുള്ളതുകൊണ്ട് മോശം. അപ്പം ആരെയും വിഷമിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തയ്യാറല്ല. ഉടനെ അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് എന്ത് നിനക്ക് പറഞ്ഞുകൂടെ ഇനിയോ? എന്ത്, ഞാൻ എൻ്റെ വാപ്പ നബിയാണ്, എൻ്റെ എളാപ്പ നബിയാണ്, എൻ്റെ ഭർത്താവ് നബിയാണ്. പറഞ്ഞുകൂടെ? എന്താ, ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ പരമ്പരയിലാണ് സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതർ കുടുംബം എത്തുന്നത്. അപ്പോൾ ബാപ്പ നബിയാണ് തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാം നബിയാ, എളാപ്പ മൂസാ നബി അലൈഹി സ്വലാം നബിയാ. അപ്പോൾ കെട്ടിയതാണെങ്കിലും അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാളെയും അവഗണിക്കാതെ അതിൽ പിന്നെ മനുഷ്യ സാധ്യമായ ചില ഇങ്ങനൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവിടങ്ങളിലുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.